ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന പുതിയ വെന്യൂലെ HX5 നൈറ്റ് എഡിഷൻ ആണ്. നമ്മുടെ നൈറ്റ് എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ HX5 1.2 പെട്രോൾ എഞ്ചിൻ്റെ തൊട്ടിട്ടാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, നമ്മളുടെ നൈറ്റ് എഡിഷൻ ഏതെല്ലാം വേരിയന്റുകളിലാണ് നമുക്ക് ലഭിക്കുന്നത്, നൈറ്റ് എഡിഷനും നോർമൽ വെന്യൂവും തമ്മിൽ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഫ്രണ്ടിലെ ആ ബെമ്പർ യൂണിറ്റ് ആണ്. പലരുടെയും കൺസേൺ ആയിരുന്നു അത് ബെമ്പർ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ട് മറ്റേ പ്ലേറ്റ് വളച്ചു വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ ആണെന്നുള്ളൊരു കംപ്ലൈന്റുകൾ പലരും പറയാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്നവർക്ക് ഈ ഒരു നൈറ്റ് എഡിഷൻ എടുക്കാം. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബമ്പർ ബ്ലാക്ക് ഫിനിഷ് ആയപ്പോൾ തന്നെ വാഹനം വേറെ ലുക്കിലേക്ക് മാറി എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തപ്പോൾ തന്നെ വേറെ ഏതൊരു വാഹനം പോലെയാണ് വെന്യൂ ഫീൽ ചെയ്യുക. പ്രത്യേകിച്ച് ഇതിൻ്റെ HX6 1.2 ടെക് വേരിയൻ്റ് ഒക്കെയാണ് എങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഐദർ നിങ്ങൾക്ക് നോർമൽ വെന്യൂവിൻ്റെ ലുക്ക് ഇഷ്ടമല്ല എങ്കിൽ നൈറ്റ് എഡിഷൻ കൺസിഡർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് N ലൈൻ സീരീസും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ വേരിയന്റിന്റെ മറ്റ് മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു മാറ്റം നമ്മളുടെ ഈ ലോഗോ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് നമുക്ക് ഫുൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ബമ്പറിന്റെ യൂണിറ്റ് നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറി എന്നുള്ളതാണ് പ്രധാന മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ DRL കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ഈ പോർഷൻ നമുക്കൊരു DRL പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ സിഗ്നേച്ചർ DRL കാണാനായിട്ട് പറ്റും. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഇന്നർ പോർഷനും കൂടിയും ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ ആ പോർഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കി ഫയർ ഫ്രണ്ടിലെ ഡിസൈനിലെ കാര്യങ്ങളൊന്നും മാറ്റം തന്നെ വരുന്നില്ല. ഒരു 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ബമ്പർ കംപ്ലീറ്റ്ലി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. അതെന്താണെങ്കിലും ഒരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് തരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇതിലൊരു ബ്ലാക്ക് റൂഫ് റെയിൽസും കൂടി ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നാലും പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു പോർഷൻ, സാധാരണ വെന്യൂവിൽ ഈ ഒരു പോർഷൻ നമുക്ക് വന്നിരുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ്. അത് മാറി അതൊരു ഗൺ മെറ്റൽ ഫിനിഷിലേക്ക് വന്നിട്ട് അതിനകത്ത് വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉണ്ട്. ഈ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് നമുക്ക് ഇതിന് മുമ്പ് നമ്മളുടെ N ലൈനിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പിന്നെ റൂഫ് റെയിൽസ് വന്നിട്ടില്ല. മറ്റു മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വീൽസിൽ വീൽ കപ്പ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ വേരിയന്റിൽ നമുക്ക് 195/60R15 ആണ് ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ ആ ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. നമ്പേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേരിയന്റിൽ നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. നമുക്ക് പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. സൺ റൂഫ് നമുക്ക് ഈ വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ്റെ ആന്റിനയും കാണാം. B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ്. വേറെ യാതൊരു കളേഴ്സും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞു പോകണം, റൂഫ് റെയിൽസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നാലും പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ബാക്കിലെ ബമ്പറിൽ തന്നെയാണ്. ബാക്കിലെ ബമ്പർ സിൽവർ മാറി ഫുൾ ബ്ലാക്ക് ഫിനിഷ് വന്നു എന്നുള്ളതാണ് പ്രധാന മാറ്റം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ലോഗോ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈപ്പർ ഈ വേരിയന്റിൽ വരുന്നില്ല. D4 ഉള്ള ഗ്ലാസ്സുകളാണ്. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ആ കണക്റ്റഡ് ലുക്ക് തരുന്ന ടൈൽ ലൈറ്റ് സെറ്റപ്പ് കാണാം. കണക്റ്റഡ് അല്ല, ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ടൈൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റേ സ്റ്റോപ്പ് ലൈറ്റും LED ആയിട്ട് തന്നെ വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് റിഫ്ലക്റ്റേഴ്സ് കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കാണാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിൽ നിന്നുള്ള പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമ്മളുടെ ബമ്പർ ചേഞ്ചായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബമ്പറിൻ്റെ കളർ മാറി എന്നുള്ളത് ആണ് പ്രധാന മാറ്റം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ കാണാം. 375 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇന്റീരിയറിൽ നമുക്കൊരു ബ്ലൂയിഷ് ഫിനിഷിലായിരുന്നു വന്നിരുന്നത്. അത് ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്.
ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. സെൻട്രൽ പാസിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് ഈ ഒരു HX5 നൈറ്റ് എഡിഷനിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. സ്പെയർ വീല് ബേസ് വേരിയന്റിൽ വരുന്ന സെയിം വീലുകൾ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. പാഴ്സൽ ട്രേ വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്കാണ് ഇന്റീരിയർ മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗില്ല് കാര്യങ്ങൾ കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്കൊരു ഡ്യുവൽ ടോൺ കളറായിരുന്നു സീറ്റുകളിൽ വന്നിരുന്നത്. നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. മാനുവൽ വേരിയന്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെന്റ്സിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് വന്നത് ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നൈറ്റ് എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് കളർ ടോണിലാണ്. ഇപ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സിൽവർ ഫിനിഷ് എല്ലാം വൈറ്റ് ഫിനിഷൊക്കെ മാറി ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ആ ബ്ലാക്കിൽ തന്നെയാണ് വെന്യൂ എന്ന് പറഞ്ഞ ലെറ്ററിങ്ങും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. സീറ്റും ഫുൾ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പില്ലേഴ്സും ബ്ലാക്കാണ്. റൂഫ് മാത്രം നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യം അത്യാവശ്യം എയറി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൂഫിൻ്റെ പോർഷൻ ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ HX2 വേരിയൻറ്റിന് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. കാര്യം ബേസ് വേരിയൻറ്റ് HX2 നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HX2 അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഇൻസെർട്ടുകളാണ്. അതായത് ഇതൊരു ബ്രോൺസ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ബ്രഷ്ഡ് ബ്രോൺസ് ഫിനിഷിലൊക്കെയാണ് ഈ ഇൻസെർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സ്വിച്ചുകളാണെങ്കിലും സ്റ്റീരിംഗ് മോണിറ്റർ കൺട്രോൾസൊക്കെയും നമുക്ക് ആ ഒരു ഫിനിഷിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വേരിയൻറ്റിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലായിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ്. സ്റ്റീറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശമായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസാണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് ആണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഈ താഴത്തെ പോർഷൻസും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ കാണാം. നോർമൽ വെന്യൂവിൽ ഇവിടെ ഒരു നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ബ്രഷ്ഡ് ബ്രോൺസ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്റർ RPM ഡിജിറ്റലായിട്ട് കൊടുക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. TPMS, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളിലും കാണുന്ന സെയിം സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഫീച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തെ ഒബ്ജക്റ്റ് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും പിന്നെ നമുക്ക് ഇവിടെയും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ AC വെൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ്. അതിനകത്ത് ആ ഒരു ഇൻസെർട്ട് മാത്രം ഒരു ബ്രോൺസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള Type C ചാർജിംഗ് പോർട്ട് കാണാം. പിന്നെ ഒരു USB Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും അഡീഷണലി കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഗിയർ ലിവർ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യൂ ബട്ടൺ, ക്യാമറയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് കീ വരുന്നത്. ഈ കീ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ HX5 വേരിയൻ്റാണ്. ഇതിനകത്ത് എഞ്ചിൻ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. നമ്മൾ പറഞ്ഞ സീറ്റ് നല്ല അടിപൊളി സീറ്റുകളാണ് കൊടുക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR-beams കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഒന്നും വരുന്നില്ല. ജസ്റ്റ് സൺവൈസേഴ്സ് മാത്രമാണ്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സൺറൂഫ് കാണാം. അതൊരു സിംഗിൾ ഡിൻ സൺറൂഫ്, അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു സൺറൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണ് എങ്കിൽ കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ലൈറ്റൊന്നും ഇല്ലാത്ത നോർമൽ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ വെന്യൂവിൻ്റെ ആ ഒരു വൈറ്റ് ഇൻറ്റീരിയർ ഇഷ്ടമല്ലാത്തവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന നൈറ്റ് എഡിഷൻ്റെ ഇൻറ്റീരിയർ. സീറ്റിലെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ
നമുക്കൊരു ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ കാണാം. ഐസോഫിക് ചാൽസിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും കാണാം. ഈ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സ്കൂപ്പ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. നിവർന്നിരുന്നാൽ അത്യാവശ്യം ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ബാക്കിൽ ലഭിക്കും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സൺറൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ്റൂമിന് കൺസേൺസ് ഒന്നുമില്ല. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാം പാനൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്ത് വന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറാണ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ TPMS പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നൈറ്റ് എഡിഷൻ നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. പക്ഷേ ഡിഫറെൻറ്റ് വേരിയൻറ്റുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.2 പെട്രോൾ എഞ്ചിനിലാണ് നമ്മളുടെ HX5 വേരിയൻറ്റ് വരുന്നത്. 82 HP പവറും 114 Nm ടോർക്കുമാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. ഈ 1.2 ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. കമ്പനി 17ഒക്കെയാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ഒരു 13-നും 15-നൊക്കെ അടുത്ത് എക്സ്പെക്ട് ചെയ്യാം. സിറ്റി യൂസിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു എഞ്ചിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ വരുന്നുണ്ട്. അത് 120 HP പവറും 172 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 20.1 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ നോക്കി മേടിക്കുകയാണെങ്കിൽ 15 മൈലേജ് ലഭിക്കും. പിന്നെ ട്രയൽ ആൻഡ് സ്റ്റാർട്ടർ 1.5 ഡീസൽ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. 115 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ഡീസൽ എഞ്ചിൻ. അതാണ് നമ്മുടെ 1.5 ഡീസൽ. ഇനി വേരിയൻറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നൈറ്റ് എഡിഷൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് HX5 വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിന് 1.2 പെട്രോൾ എഞ്ചിനാണെന്ന് പറഞ്ഞു. 11,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഈ HX5 നിങ്ങൾ ഈ സെയിം വാഹനം നോർമൽ എടുക്കുകയാണെങ്കിൽ 11,20, അതായത് നൈറ്റ് എഡിഷൻ ഏകദേശം 20,000 രൂപയാണ് നോർമൽ വാഹനത്തെക്കാളും കൂടുതൽ വരുന്നത്. പിന്നെ ഈ HX5 ഡീസൽ മാനുവലിൽ നമുക്ക് നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 13,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ HX5 നമുക്ക് ഡീസൽ മാനുവലിലും 1.2 മാനുവലിലും മാത്രമാണ് നൈറ്റ് എഡിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഡീസൽ നോർമൽ എടുക്കുകയാണെങ്കിൽ 13,20, 20,000 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് 1.2 പെട്രോൾ എഞ്ചിനിൽ തന്നെ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ളൊരു നൈറ്റ് എഡിഷൻ വേണമെങ്കിൽ HS6 ടെക് വേരിയൻ്റ് എടുക്കാം. 13,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് HX6 ടെക് നൈറ്റ് എഡിഷൻ വാങ്ങാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്കൊരു ടർബോ DCT വേണം എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് HX10 ടോപ്പ് എൻഡിലാണ് പിന്നെ നൈറ്റ് എഡിഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് HX10 DCTയിൽ 17,65,000 രൂപ ഓൺ റോഡ് പ്രൈസിന് നിങ്ങൾക്ക് ആ വാഹനം വാങ്ങാനായിട്ട് പറ്റും. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കൽ നൈറ്റ് എഡിഷൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ HX8 ഡീസൽ ഓട്ടോമാറ്റിക് കൺസിഡർ ചെയ്യണം. 16,60,000 രൂപയാണ് ആ വാഹനത്തിന് പ്രൈസ് വരുന്നത്. അതായത് HX5 കൊടുത്തിട്ടുണ്ട്, HS6 കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും 1.2 ആണ്. HX5 ഡീസൽ മാനുവലിൽ വരുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് നൈറ്റ് എഡിഷന് വേണമെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡ് എടുക്കണം. HX10 17,65 അതിന് പ്രൈസ് വരുന്നത്. അതല്ല ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നിങ്ങൾക്ക് നൈറ്റ് എഡിഷൻ വേണമെങ്കിൽ നിങ്ങൾ HX8 എടുക്കണം. 16,60 അതിന് പ്രൈസ് വരുന്നത്. 17,65 ഇതിൻ്റെ നൈറ്റ് എഡിഷൻ എടുക്കണേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മളുടെ N-Line ആണ്. അതാണ് കുറച്ചുകൂടി ലുക്കായിട്ടുള്ളൊരു വാഹനം. അതുപോലെ തന്നെ HS6 1.2 ടെക്ക് 13,25 എടുക്കുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് N6 മാനുവൽ അല്ലെങ്കിൽ N6 DCT എടുക്കാം. ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാഹനമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ബേസ് വേരിയൻ്റെ പ്രൈസ് കൂടി നോക്കാം. HX2 മാനുവൽ 1.2 9,45 ഓൺ റോഡ് ഇറക്കാം. അതിൻ്റെ ടർബോ പെട്രോൾ ആണ് എങ്കിൽ HX2 ടർബോ ആണ് എങ്കിൽ 10,45, ഡീസൽ ആണെങ്കിൽ 11,70 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മളുടെ വെന്യൂ നൈറ്റ് എഡിഷൻ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കമൻറ്റ് നിങ്ങളുടെ വീഡിയോയുടെ സജഷൻസ് ആയിട്ട് രേഖപ്പെടുത്തിയാലും കുഴപ്പമില്ല.
അപ്പോൾ റീസെൻ്റ്ലി വന്ന കുറച്ച് സജഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റും EMIയുടെ ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഈ വെന്യൂ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപേൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 95 വരെയൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. പെർ ലാക്കിന് 1650 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. ഫോർ മോർ ഇൻഫോ ഞാൻ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വെന്യൂവിൻ്റെ ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. ബേസ് വേരിയൻറ്റിനും മെൻ ലൈനിനും മാത്രമാണ് ചെറിയ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ. ബാക്കി എല്ലാ വേരിയൻറ്റുകളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെന്യൂ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.